ഹലോ ഫ്രണ്ട്സ്. എന്നോട് സംസാരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഒരേ രീതിയിൽ തന്നെയാണ് സ്വയംഭോഗം ചെയ്യാറുള്ളത്. സ്വയംഭോഗം ചെയ്യാൻ നമ്മൾ തന്നെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു രീതി തന്നെയായിരിക്കും പിന്തുടരുന്നത്. അത് ചെറുപ്പം മുതലേ നമ്മൾ ശീലിച്ചു വന്ന ഒരു രീതിയായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, വർഷങ്ങളായി ഒരേ രീതി തന്നെയാണോ സ്വയംഭോഗം ചെയ്യാൻ പിന്തുടരുന്നത് എന്ന്. നിങ്ങൾ ഒരേ രീതി തന്നെയാണ് സ്വയംഭോഗം ചെയ്യാൻ പിന്തുടരുന്നതെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരേ രീതിയിൽ തന്നെ സ്വയംഭോഗം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അതുമായി യൂസ്ഡ് ആവും. ആ രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഉത്തേജനം ലഭിക്കുക. ഇത് നമ്മുടെ സെക്ഷൽ എക്സ്പീരിയൻസിനെ ലിമിറ്റഡ് ആക്കും. ഇന്നത്തെ വീഡിയോയിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ മാസ്റ്റർബേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ മനു, സെക്സ് തെറാപ്പിസ്റ്റാണ്. താന്ത്രിക് സെക്സിൽ റിസർച്ചും നടത്തുന്നു. നിങ്ങളുടെ സെക്ഷൽ ലൈഫ് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ അമർത്തൂ. വീഡിയോ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കണം. ഒന്നാമതായി, കണ്ണാടിയുടെ മുന്നിൽ വെച്ച് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്. ബെഡ്റൂമിൽ ഒരു ഫുൾ ലെങ്ത് മിറർ ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ വെച്ച് മാസ്റ്റർബേറ്റ് ചെയ്യുക. അപ്പോൾ മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയം നമ്മുടെ ചലനങ്ങളും സുഖം അനുഭവിക്കുന്നതും ഉത്തേജിക്കപ്പെടുന്നതും ശരീരത്തിലെ മാറ്റങ്ങളുമെല്ലാം നിരീക്ഷിക്കാനാവും. അല്ലെങ്കിൽ ചെറിയ ഒരു മിറർ ഉപയോഗിച്ച് മാസ്റ്റർബേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ജെനിറ്റൽ ഏരിയ നിരീക്ഷിക്കാം. എത്ര ഭംഗിയായാണ് അത് റിയാക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. രണ്ടാമതായി, ആനസിൽ അല്ലെങ്കിൽ മലദ്വാരത്തിൽ വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത്. ഇത് വളരെ സുഖം നൽകുന്ന ഒരു കാര്യമാണ്. പല ആളുകളും ഇത് ചെയ്യാൻ മടിക്കാറുണ്ട്. നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ എന്തോ തെറ്റ് ചെയ്യുന്നത് പോലെ തോന്നിക്കൊണ്ടാണ് പലരും ഇത് ചെയ്യാൻ മടിക്കാറ്. സത്യത്തിൽ ആനസ് വളരെയധികം നെർവ് എൻഡിങ്സ് ഉള്ള ഒരു ഭാഗമാണ്. ഇവിടെ വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾക്ക് സുഖം നൽകും. അടുത്തതായി, ബാത്ത് ടബിൽ ചെറു ചൂടുവെള്ളം നിറച്ച് മാസ്റ്റർബേറ്റ് ചെയ്യാം. ചെറു ചൂടുവെള്ളത്തിൽ കിടക്കുമ്പോൾ ശരീരം നന്നായി റിലാക്സ്ഡ് ആവും. നമ്മുടെ ചലനങ്ങൾ കൊണ്ട് വെള്ളം അനങ്ങും. അതുകൊണ്ട് ശരീരത്തിൽ നല്ല സ്റ്റിമുലേഷനും ലഭിക്കും. വെള്ളം തഴുകുന്നത് ഒരു മസാജിങ് എഫക്റ്റും നൽകും. അടുത്തതായി, കൈ ഉപയോഗിക്കാതെയുള്ള മാസ്റ്റർബേഷൻ. അതായത്, നിങ്ങൾ സെക്സ് ടോയ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് ബെഡിലോ ടേബിളിലോ അറ്റാച്ച് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ കൊണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുക. ഇത് വ്യത്യസ്തമായ ഒരു അനുഭവം നൽകും. കൈ ഉപയോഗിച്ച് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ കൈകളിൽ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. ഇത് നമുക്ക് ലഭിക്കുന്ന സുഖത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധ മാറ്റും. അടുത്തതായി, എയർ അല്ലെങ്കിൽ കാറ്റ് ഉപയോഗിച്ച് സ്വയം ഉത്തേജിപ്പിക്കാം. ഇത് വളരെ സുഖം നൽകുന്ന ഒന്നാണ്. നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ചെറിയ ചൂടുവായു ഉപയോഗിക്കാം. അതായത് ഹെയർ ഡ്രയർ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ചൂടുള്ള സ്ഥലത്താണെങ്കിൽ തണുത്ത കാറ്റ് നല്ല രീതിയിൽ സുഖം പകരും. ഈ ടെക്നിക്കൊന്നും ആരും അത്ര ഉപയോഗിക്കാറില്ല. എന്നാൽ ഇത് വളരെ സുഖം പകരുന്ന ഒന്നാണ്. നിങ്ങൾ തന്നെ വ്യത്യസ്തങ്ങളായ രീതികൾ ട്രൈ ചെയ്യുക. പല രീതിയിൽ ഉത്തേജനം ലഭിക്കാൻ നിങ്ങളുടെ ശരീരത്തെ ശീലിപ്പിക്കുക. ഇത് പാർട്ട്ണറുമായി സെക്സ് ചെയ്യുമ്പോൾ കൂടുതൽ സുഖം പകരും. കൂടുതലായി ഉത്തേജനം ലഭിക്കാനും സഹായിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ.